ദില്ലിയിലെ ഇന്ത്യ ഗേറ്റിൽ 95,300 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 61,945 മുസ്ലിം പേരുകളാണ്. അതായത് സ്വാതന്ത്ര്യ സമര സേനാനികളിൽ 65% മുസ്ലിങ്ങളായിരുന്നുവെന്ന് വ്യക്തം. പക്ഷേ ചരിത്രത്തിൽ നിന്നും ഇതെല്ലാം എങ്ങനെ മാഞ്ഞു പോയെന്നത് അവ്യക്തമാണ്. ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദർ അലി മുതൽ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിമിന്റെ പങ്ക്. വാസ്തവത്തിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരവും ഹൈദർ അലിയുടേതായിരുന്നു. പിന്നീട് ടിപ്പു സുൽത്താൻ അധികാരം ഏറ്റെടുത്തപ്പോഴും പറങ്കിപ്പടകൾക്കെതിരെ യുദ്ധം നടത്തിയത് ചരിത്രങ്ങളിലുണ്ട്. ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനും 1780-90 കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷ് ആക്രമണകാരികൾക്കെതിരെ യുദ്ധം നടത്തിയത്. സൈനിക ഉപയോഗത്തിനായി പീരങ്കികളും റോക്കറ്റുകളും ഉൾപ്പെടെ അന്നത്തെ ആധുനിക രീതികളെല്ലാം ടിപ്പുവും ഹൈദർ അലിയും ബ്രിട്ടീഷുകാർക്കെതിരെ പ്രയോഗിച്ചു. നാട്ടുരാജ്യങ്ങളെ സംരക്ഷിച്ചു. 1857 ജൂൺ 30 ചിൻഹാറ്റിൽ നടന്ന നിർണായക യുദ്ധത്തിൽ ബീഗം ഹസ്രത്ത് മഹൽ എന്ന ധീരവനിതയും ബ്രിട്ടീഷുകാരെ തുരത്തിയവരിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി പോരാടിയ വീരന്മാരുടെ പട്ടിക ഇനിയുമുണ്ട്. ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സംഘാടകനും നേതാവും മൗലവി അഹമ്മദുള്ള ഷാ ആയിരുന്നു. അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പലരും കൊല്ലപ്പെട്ടു. അവരിൽ 90% മുസ്ലിങ്ങളായിരുന്നു. ബ്രിട്ടീഷ് മേധാവിക്കെതിരെ ഗൂഢാലോചന നടത്തിയതിന് 27 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി അഷ്ഫാഖുള്ള ഖാൻ എന്ന മുസൽമാൻ തൂക്കിലേറ്റപ്പെട്ടത്. അതുമാത്രമല്ല, പണ്ട് മഹാത്മാഗാന്ധിക്കൊപ്പം മദ്യവിൽപ്പനശാലയ്ക്കെതിരെ പിക്കറ്റിംഗ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 19 പേരിൽ 10 പേർ മുസ്ലിങ്ങളായിരുന്നു. ഇന്ത്യൻ പണ്ഡിതനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന മുസ്ലിം നേതാവുമായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു അവരുടെ നേതാവ്. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായുള്ള ശക്തമായ പോരാട്ടത്തിലെ അവസാന മുഗൾ ചക്രവർത്തിയാണ് ബഹാദൂർ ഷാ. പിന്നീട് ഒരിക്കൽ രാജീവ് ഗാന്ധി ബഹാദൂർ ഷായുടെ ശവക്കല്ലറയിൽ ഇങ്ങനെ എഴുതി ചേർത്തു: നിങ്ങൾക്ക് ഇന്ത്യയിൽ ഭൂമിയില്ലെങ്കിലും നിങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ പേര് ജീവിച്ചിരിപ്പുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ യുദ്ധത്തിന്റെ ചിഹ്നവും ഓർമ്മയുമാണ് നിങ്ങൾ. ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അങ്ങനെ എത്രയോ മഹാരഥന്മാർ. പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമി രൂപം കൊണ്ടപ്പോൾ ദശലക്ഷക്കണക്കിന് രൂപ സംഭാവന ചെയ്തതിൽ ഏറിയ പങ്കും മുസ്ലിങ്ങളുടേതായിരുന്നു. INA-ക്ക് ലക്ഷങ്ങളാണ് MKM അമീർ ഹംസ എന്ന മുസൽമാൻ സംഭാവന നൽകിയത്. INA-യുടെ ആസാദ് ലൈബ്രറി റീഡിംഗ് പ്രചാരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. തന്റെ മുഴുവൻ സമ്പാദ്യമായിരുന്ന 1 കോടി രൂപ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് സംഭാവന ചെയ്തു മേമൻ അബ്ദുൽ ഹബീബ് യൂസഫ് മർഫാനി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി 30 ലക്ഷം രൂപ സംഭാവന ചെയ്തു ബീവി ഉമ എന്ന മുസ്ലിം വനിത. അബ്ദുൽ കലാം ആസാദ്, ജിന്ന, ബീഹാറിലെ നവാബ് എന്നിവരാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായി പദ്ധതികൾ അന്നത്തെ കാലത്ത് തയ്യാറാക്കിയത്. സുരയ്യ തിയാബ്ജി എന്ന മുസ്ലിം വനിത അന്നത്തെ കാലത്ത് അവർക്കായുള്ള പതാകയും രൂപകൽപ്പന ചെയ്തു നൽകി. ഇത്രയുമല്ല, ആ കാലത്ത് നേതാജിയുടെ മന്ത്രാലയത്തിൽ 19 മന്ത്രിമാരുണ്ടായിരുന്നതിൽ 5 പേർ മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ താമസിച്ചു, ഇന്ത്യയെ ഭരിച്ചു, ഇവിടെ മരിച്ചു. സാഹിത്യം, വാസ്തുവിദ്യ, ജുഡീഷ്യൽ, പൊളിറ്റിക്കൽ ഘടന, ഗവൺമെന്റ് ബോഡി, മാനേജ്മെന്റ് ഘടന എന്നിവയിൽ ധാരാളം അറിവുകൾ കൊണ്ടുവന്നുകൊണ്ട് അവർ ഇന്ത്യയെ ഏകീകൃതവും പരിഷ്കൃതവുമായ ഒരു രാജ്യമായി വികസിപ്പിച്ചു. അതിപ്പോഴും ഇന്ത്യൻ മാനേജ്മെന്റ് തന്ത്രത്തിൽ ഉപയോഗിക്കുന്നു. തമിഴ്നാട്ടിൽ ഇസ്മായിൽ സാഹേബ്, മരുഡ നായിക എന്നിവർ ബ്രിട്ടീഷുകാർക്കെതിരെ തുടർച്ചയായി 7 വർഷമാണ് പോരാടിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ യുദ്ധത്തിൽ വെസ്റ്റ് ഇന്ത്യൻ കമ്പനിക്കെതിരെ കപ്പൽ സംഭാവന ചെയ്തത് ഫക്കീർ മുഹമ്മദ് റാവത്തറാണെന്ന് എത്ര പേർക്കറിയാം? സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലെ പല വീര മുസ്ലിം പുരുഷന്മാരും ചരിത്രത്തിന്റെ ഏടുകളിൽ അടയാളപ്പെടാതെ പോയിട്ടുണ്ട്. പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റുമാരായി ചരിത്രം കുറിച്ചവർ. 1967 മെയ് 13 ഇന്ത്യയുടെ 3ാമത് പ്രസിഡന്റായി സക്കീർ ഹുസൈൻ അധികാരമേൽക്കുന്നത്. ജാമിയ ഇസ്ലാമിയ സർവകലാശാല പുനർരൂപീകരണത്തിന് നിമിത്തമായത് സക്കീർ ഹുസൈൻ ആയിരുന്നു. ജാമിയ ഇസ്ലാമിയ സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന സമയത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയെ സമൂലമായ മാറ്റങ്ങൾക്ക് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. 1948, 1956 കാലഘട്ടത്തിൽ അലിഗഡ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലായിരുന്നു അദ്ദേഹം. തുടർന്ന് 1956 ഇന്ത്യൻ പാർലമെന്റിലേക്ക് ക്ഷണം ലഭിച്ചു. 57 അദ്ദേഹം ബീഹാർ ഗവർണർ പദവിയിലേക്ക് എത്തുകയും ചെയ്തു. 57 മുതൽ 62 വരെ ബീഹാർ ഗവർണർ പദവിയിൽ ഇരുന്ന ശേഷം പിന്നീട് അദ്ദേഹം 1962 തന്നെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് മെയ് 13, 67 രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1974 ഓഗസ്റ്റ് 24 ഇന്ത്യയുടെ 5ാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. ചരിത്രത്തിന്റെ ഇരുണ്ട അധ്യായം എന്ന വിലയിരുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനപ്രകാരം ഒപ്പിട്ട് നൽകിയത് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ മരണമടഞ്ഞ 2ാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. പിന്നീട് ഇന്ത്യയുടെ 11ാമത് പ്രസിഡന്റായി അധികാരത്തിലെത്തിയ ആളാണ് APJ അബ്ദുൽ കലാം. 2019 അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഓർമ്മ വരുന്നത് ഇന്ത്യ 2020 എന്ന കലാം സാറിന്റെ പുസ്തകമാണ്. 2020 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും ഇന്ത്യ 2020 എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. ശാസ്ത്രജ്ഞനായും അധ്യാപകനായും രാഷ്ട്രപതിയായും ഒരു രാജ്യത്തിന് തന്നെ ഊർജ്ജവും വെളിച്ചവും നൽകിയ മനുഷ്യൻ. ഈ പറഞ്ഞ മനുഷ്യരെല്ലാം ചരിത്രത്തിന്റെ താളുകളിൽ അത്രമേൽ പറ്റിച്ചേർന്നു നിൽക്കുന്നു. ഇതിഹാസങ്ങൾ കൂടിയാണ് ഇവരെല്ലാം. ഇന്ത്യൻ മുസൽമാന്മാരാണ്. കൂടാതെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരും മരണം വരിച്ചവരും ഇവർ മാത്രമല്ല. അരക്കിൽ ബീവി, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, തയ്യാബ് ജി ബാദ്രുദ്ദീൻ, അരുണ ആസിഫ് അലി, അഷ്ഫാഖുള്ള ഖാൻ, ഇനിയത്തുഷ ഖാൻ മഷ്രിഖി എന്നിവരും ഖിലാഫത്ത് പ്രസ്ഥാനവും ചരിത്രോദാഹരണങ്ങളാണ്. ദേശസ്നേഹികൾ ഇന്ത്യക്കാർക്ക് ദുഷ്ടരാഷ്ട്രീയക്കാർക്ക് ഇരയാകാതിരിക്കുക, ജാഗ്രത പാലിക്കണം. ഒപ്പം ശക്തവും പുരോഗമനപരവുമായ ഒരു രാഷ്ട്രത്തിനായി എല്ലാ പൗരന്മാരെയും ഒരുമിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക് ABC മലയാളം. ഈ രാജ്യത്ത് 1000 കൊല്ലം മുസ്ലിം രാജാക്കന്മാർ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. 1606 മുതൽ 707 വരെയുള്ള കാലഘട്ടം
കൃത്യമായി ചരിത്രം പറയുന്നുണ്ട്. ഒരു ഹിന്ദു സഹോദരന്റെ പോലും കണ്ണുനീരി മണ്ണിൽ വീഴാതെ കാത്തു സൂക്ഷിച്ചിട്ടുള്ളവരാണ് ഈ മുസ്ലിം ഭരണാധികാരികളെന്ന് കൃത്യമായി ബിപിൻ ചന്ദ്രയുടെ ഗ്രോത്ത് ഓഫ് കമ്മ്യൂണലിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഒരു മുസ്ലിം ഹിന്ദു കലാപം പോലും ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അങ്ങ് ഇന്ത്യ ഗേറ്റിലെ സ്മാരകത്തിൽ എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു സംഘപരിവാറുകാരന്റെയും പേരില്ല. അതിൽ എഴുതി വെച്ചിട്ടുള്ളതിൽ 34% പേരും ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചു വീണ മുസൽമാന്റെ പേരായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അമിത്ഷാ, നരേന്ദ്രമോദി, സംഘപരിവാറുകാരാ, ഞങ്ങളെ നിങ്ങൾ മതേതരത്വവും രാജ്യസ്നേഹവും പഠിപ്പിക്കാൻ വരണ്ട എന്ന് കൃത്യമായി പറയുക തന്നെ ചെയ്യണം.